സ്വാമി ശരണം. എവിടുന്നാന്ന് വരുന്നേ? കർണാടക. അപ്പൊ സുഹൃത്തുക്കളെ, ഞാനിപ്പോ പതിയെടുക്കത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ പതിയെടുക്കത്തേക്ക് എത്തിയിട്ടാകുമ്പോ കണ്ടല്ലോ, ഇവിടെ ചെറിയൊരു കരിമ്പിന്റെ ചെറിയൊരു ജ്യൂസ് എല്ലാം അടിച്ചിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലം കണ്ടു. അപ്പൊ ഒരു കരിമ്പ് കഴിഞ്ഞിട്ട് പോയെങ്കിലാന്ന് വിചാരിക്കുന്നത്. അപ്പൊ പയ്യനോട് അതാവോ ഇതാവോ കരിമ്പ് ഇതാവോ? മോശമില്ലല്ലേ അച്ഛേ? അപ്പൊ സാധനം നല്ല നമുക്ക് പോയിട്ട് പോയിട്ട് തിന്നാലോ. എന്താ ഏതായാലും ഒന്നും വാങ്ങാം. ഓക്കെ, അങ്ങനെ വയ്യാ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞമ്മ ചെറിയൊരു കരിമ്പെല്ലാം മേങ്ങിട്ട് നേരെ പോവാലോ. ഇനിയിപ്പോ പമ്പിലൊക്കെ പോകണം. അപ്പൊ ഞാന് ഇവിടെ വരാനുള്ള കാരണം എന്തെങ്കിലില്ലേ, ഇവിടെ ഈ കരിമ്പ് മേങ്ങാൻ നൽകുന്ന ഉദ്ദേശത്തോടെ തന്നെ ഞാൻ വന്ന്. പിന്നെ നേരെ നമുക്ക് തിരിച്ചിട്ട് ഞമ്മക്ക് പോകേണ്ട നേരെ അങ്ങോട്ടേക്ക്. അപ്പൊ നമുക്ക് പോകുമ്പോക്ക് അടുത്ത് പെട്രോൾ അടിക്കണം. പെട്രോൾ അതിൽ ഫുള്ള് കാലിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കരിമ്പ് എന്ന് പറയുന്ന സാധനം തിന്നാൻ ഭയങ്കര ഇഷ്ടം, കടിച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ മലക്ക് പോകുന്ന സീസൺ അല്ലേ, അപ്പൊ സാമിവാറും കാര്യങ്ങളെല്ലാം ഉണ്ട്. കുറെ സാമിവാറ് പോകുന്നുണ്ട് കുറെ. സ്വാമി ശരണം. എവിടുന്നാന്ന് വരുന്നേ? കർണാടക. ശരി. അപ്പൊ നടന്നിട്ട് പോവല്ലോ. കർണാടകത്ത് വരുന്നേ. അപ്പൊ കൊറേ കിലോമീറ്റർ ഉണ്ടാവല്ലേ? അപ്പൊ സ്വാമിമാറില്ല, ഞാൻ വരുമ്പൊക്കെ പോകുന്നുണ്ട്. ഓരോ മലക്ക് പോകുന്ന ഇപ്പൊ സീസൺ അല്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ മലക്ക് പോകുന്നൊരു കാര്യത്തിലാന്നുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ സ്വാമിന്റെ പേരെന്ത്? ശ്രീനിവാസ്. നിങ്ങളത്? യോഗിഷൻ. അപ്പൊ ഈ പുത്തൂർ ആ ഭാഗത്ത് നടത്തിട്ട് കാജൂർ അത് കൊറേ ലോങ് അല്ലേ? ദൈവമേ, ആർന്ന് വരുമല്ല. അപ്പൊ ഇത് എത്ര ദിവസം എത്തുമ്പോഴേക്ക്? 3 ദിവസവും 3 മാസം. 3. അപ്പൊ ഞാൻ സോറി, ഞാൻ 3 ദിവസം എന്ന് വിചാരിച്ചു. 3 ദിവസം എങ്ങനെ എത്തല്? കൊറേ കിലോമീറ്റർ ഇല്ലേ? അപ്പം 3 മാസവും അല്ലേ? 3 മാസവും. ശരി. അപ്പൊ ഇനിയിപ്പോ എവിടെ നിക്കലിപ്പോ? എവിടെ നിക്കുന്ന മന്ദിരത്തിൽ നിൽക്കുമല്ലേ? എടനീർ മന്ദിരത്തിൽ നിൽക്കുവാ? എടനീർ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എടനീർ മഠമുണ്ട്. ആ മഠത്തിലപ്പോ ഇന്ന് നിൽക്കും. അപ്പൊ ശരി, ഞമ്മക്ക് കാണാം. അപ്പൊ ഞമ്മക്ക് വേണ്ടിട്ടെല്ലാം ഒന്ന് ഇത് സപ്പോർട്ട് ചെയ്യ്. ശരി, ഞാൻ പോട്ടെ. അപ്പൊ എന്റെ ചെറിയൊരു ബ്ലോഗാണ്, അപ്പൊ അതിനെ കൊണ്ട് അല്ല. അപ്പൊ ഇത്ര സമയം ഉണ്ടാൻ വേണ്ടിട്ട് ആ വലിയൊരു മനസ്സിന് നന്ദിയുണ്ട് ഒരുപാട്. കുറച്ച് ഡീസൽ അടിച്ച് കുറച്ചടിക്കാൻ പറയാം. ഞാൻ പിന്നൊന്നുമില്ല, ഞാൻ കൂടുതൽ ഞാൻ അടിക്കുന്നില്ല. മറ്റേ ഭാരത്ത് നിന്ന് അടിക്കല്. ഞാൻ കുറച്ചൊന്നും നഷ്ടമെങ്കിലും മോശമല്ല. ഭാരത്തിന്റെ തന്നെ ഞാൻ അടിക്കല്. ചങ്ങായി പോകുന്നുണ്ട്. അങ്ങനെ ഞമ്മ പമ്പിന്ന് ഡീസലെല്ലാം അടിച്ചിട്ട് ഞമ്മ ഈ ഭാഗത്തോടിട്ടാണ് പോകുന്നത്. ഞമ്മ വന്ന ആ വഴിയാണ് വന്നത്. അപ്പൊ ഞമ്മ പോകുന്നത് ഇതിലൂടി. ഇത് നമുക്ക് കാസർഗോട്ടേക്ക് ചെറുക്കളത്തൊക്കെ എല്ലാം പോകാൻ കഴിയില്ല. അപ്പോൾ ഇപ്പം നമ്മൾ സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ സ്പോട്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യാൻ പറ്റിയിട്ടുള്ള എടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലം. ഇത് പിന്നെ എടന്നൂർ മഠത്തിൻ്റെ ഒരു ബോർഡാണ് ഇത് കാണുന്നത് ആയിരിക്കും. പിന്നെ ആ ഭാഗത്ത് സ്കൂളുണ്ട്. നമുക്ക് നേരില്ല, അത് ഒരു ഗവൺമെൻറ് അല്ല, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് അങ്ങോട്ട് പോകണം, ആ ഭാഗത്ത്. അപ്പോൾ നമുക്ക് ഇതിലൂടെ പോകാൻ വഴിയുണ്ട്. അപ്പോൾ ഇതിലൂടെ നേരെ പോയിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ പഴയ ഒരു പാലം കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നമുക്ക് അതുപോലെ ഒരു പോകുമ്പോൾ എന്താ കണേ ഒരു അമൂല്യൻ്റെ പേക്ക് ആ പാലം മറ്റും നീര് നമുക്ക് ചായലാക്കിയിട്ട് കുടിക്കണമല്ലോ. ഫസ്റ്റ് കാണുന്ന പാലുണ്ടല്ലോ, ഇത് കുറേ മുമ്പുണ്ടായ പാല്. ഇപ്പോൾ അപ്പുറത്തെ പുതിയ പാലായിട്ട് ആ ഭാഗത്തുണ്ടല്ലോ, അത് പുതിയ പാലം. ഇപ്പോൾ ഇതിലങ്ങനെ വണ്ടി പോക്കൊന്നുമില്ല, വണ്ടിയെല്ലാം കുറവ്. അങ്ങനെ ഇത് എടനീർ സ്കൂളിൻ്റെ സൈഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. എത്ര വേസ്റ്റും കാര്യങ്ങളല്ലോ, ഏടെ പോയത്തും വേസ്റ്റും കാര്യങ്ങളും ഫുള്ള്. അപ്പോൾ ഇതിൽ വണ്ടി വരുന്നുണ്ട്, 1-2 വണ്ടി വരുന്നുണ്ട്. ഇതാ ഈ തോട്ടിൽ വെള്ളമുണ്ട്, കുറച്ചെല്ലാം വെള്ളമുണ്ട്. നമുക്കിത് നല്ലൊരു തണുപ്പ് കാര്യങ്ങളെല്ലാം ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളെ വണ്ടി ഞാൻ വരുമെന്ന് ഇരിച്ചിട്ടാണ് ഞാൻ ഒന്ന് വന്ന്. അപ്പോൾ ഇതിൽ പോകുന്നറിയാം, ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടല്ലേ. ഓ എടുക്കണോ? ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ പിന്നെ വണ്ടി പോയില്ലെങ്കിൽ എന്താ പറഞ്ഞു, അവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ.
അല്ല എന്നാൽ സ്ഥലമുണ്ട് അവിടെ എന്നെങ്കിലും പിന്നെ ചോദിക്കണം, അതായത് നമ്മളൊരു മര്യാദയല്ലേ. അപ്പം അങ്ങനെ ചോദിച്ചിട്ട് നമ്മൾ പോകുന്ന പറഞ്ഞു. നമ്മളെ പോലെ തന്നെ നല്ല ആൾക്കാരന്നെ വേണ്ടില്ല. അപ്പോൾ ഇതാ ഈ ഫോറസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഇത് ഭയങ്കര തണുപ്പെല്ലാം ഉണ്ടാവും, ഇതിൽ നല്ല തണുപ്പുണ്ട്. ഇതാ മുകളിൽ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഞാൻ അങ്ങോട്ട് തന്നെ പോയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ കുറച്ച് നടക്കാം നമുക്ക്. ഇതിലെല്ലാം വഴിയുണ്ട്, പോകുന്ന വഴിയുണ്ട്. അതാ ഈ വഴി കൂടിയിട്ട് നമുക്ക് ഭയങ്കരല്ലോ, നേരെ ഓടിയിട്ട് പോയെങ്കിൽ അവിടെ ഹൈവേക്ക് കൂടും, മറ്റേ മെയിൻ റോഡിലേക്ക് കൂടും. അപ്പോൾ ഇത് പഴയ റോഡ്, ഇത് കണ്ട ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ഉണ്ടല്ലേ. നല്ലൊരു അടിപൊളി ഫീലാണ് ഇപ്പോൾ. ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ എന്ത് മൃഗങ്ങളോ കാര്യങ്ങളോ എന്തെല്ലാം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരാളവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വണ്ടി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും നമ്മൾ ജസ്റ്റ് അങ്ങോട്ടുള്ള പോയിട്ട് അതിൽ വണ്ടി പോകില്ലാന്ന് തോന്നുന്നു. ഇല്ല കണ്ട ഫുള്ള്. അപ്പോൾ ഇതിൻ്റെ ഇടം കടല്ലേ നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്യുന്നത്. അങ്ങോട്ട് നേരെ അങ്ങോട്ടേക്ക് പോകാം. അങ്ങോട്ട് പോയിട്ട് നല്ലൊരു സ്പോട്ട് ഉണ്ടോ നോക്കാം. അങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമുക്ക് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ പ്ലാൻ ആക്കിയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാ ഇവ പിന്നെ എന്നോട് മുമ്പ് വേറെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം വന്നിട്ട്. അപ്പം അങ്ങോട്ട് ആ ഭാഗത്ത് കൂട്ടിയിട്ട് കയറിയില്ലേ, ആ ഭാഗത്ത് പുലി കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകണ്ട. അതെല്ലാം നോക്കാം. ഇതിലെ മല്ല ഇങ്ങനെ കയറിയിട്ട് നല്ല രസമുണ്ട്, നല്ല സ്പോട്ടാവും, നല്ല തണുപ്പ് കാര്യങ്ങളെല്ലാം ആയിട്ട്. രണ്ട് സൈഡും ഫുള്ള് കണ്ട ഫോറസ്റ്റ് ഏരിയ ആണ്. അടിപൊളി സ്ഥലം. നല്ല നമുക്കൊരു ലെവലുള്ളൊരു സ്ഥലം കിട്ടിയെങ്കിൽ, ചെരുവില്ലാത്ത സ്ഥലം കിട്ടിയെങ്കിൽ നമുക്ക് ടെൻറ്റ് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇന്നിപ്പോട്ട് വന്നില്ലേ അവിടെ അങ്ങോട്ട് ആ ചാലില്ലേ, ആ ചാലിൻ്റെ അടുത്തൊക്കെ നമുക്ക് അതിലോടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പിന്നെ ഇതിലെ ഒരു ചേച്ചി ഒരു അജ്ജിയെല്ലാം പോകുന്നുണ്ട്. ചേച്ചിൻ്റെ വീട് എവിടെ തന്നെയാ? അതെ, ഞാനൊരു യൂട്യൂബിൽ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. യൂട്യൂബിൽ വ്ളോഗറാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു പ്ലേസ് ഉണ്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ, നല്ല ഇതായിട്ട് ഫോറസ്റ്റ് പോലത്തെ ഏരിയ ഉണ്ട്. നല്ല സ്ഥലമല്ലേ ഇത്? ഏത് ഭാഗത്ത്? മറ്റേ ചാലിന്റെ. ആ ശരി. പിന്നല്ലേ ചേച്ചി ആ മുകളിലോട്ട് അങ്ങനെ ഒരു കയറി പോകുന്നില്ല, അതാ ആ ഭാഗത്ത്, അതാ അങ്ങോട്ട് കയറിയിട്ട് പോകുന്നത്. അത് കേടാ പോകുന്ന റോഡ് ഇത്? അപ്പൊ ഇത് ഷോർട്ട് ആയിട്ടുണ്ടാവല്ലോ. അപ്പൊ ഷോർട്ട് പോയി നമുക്ക് മെയിൻ ഹൈവേ പോവലുണ്ടല്ലോ. പോവല് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളാ കുറച്ച് അങ്ങോട്ട് പോയിക്കാനോ. പിന്നെ ആ ഭാഗത്തന്നെ പുലിയെല്ലാം ഉണ്ടായിന്, ഇതിനിടയ്ക്ക് പുലിയെല്ലാം ഇറങ്ങിയിട്ടുണ്ട് അല്ലേ. ആ പുലി വന്നിട്ട് ഭയങ്കരത്തിലുണ്ടായിന്, ആരോ ഒന്ന് കടിച്ചിനെല്ലാം പറഞ്ഞിട്ടല്ലേ. ആ ചേച്ചി ഓക്കെ. കുറെ അങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്ക്. പിന്നെ എന്തില്ലെങ്കിൽ ഇവിടെ കാട്ടുപോത്തെല്ലാം ഉണ്ടാകും. അപ്പൊ അതെല്ലാം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പൊ നല്ലൊരു സ്പോട്ട് കിട്ടിയെങ്കിൽ, ലെവല് സ്പോട്ട് കിട്ടിയെങ്കിലേ നമുക്ക് ടെന്റ് സെറ്റ് ചെയ്യാം. പക്ഷെ മുമ്പോട്ട് നടന്ന് വന്നിട്ട് നമുക്ക് ഇവിടെ ചെറിയൊരു ബോർഡ് എഴുതി വെച്ചിട്ടാണ്. ഇപ്പൊ എന്ത് ഉടുപ്പ് മൂല, അത് ശരി. ഉടുപ്പ് മൂല എന്ന് പറഞ്ഞാൽ എനിക്കിടെ അത്ര ശരിക്കും പരിചയമില്ല. നമുക്ക് ഇങ്ങോട്ട് ഈ മുകളിലോട്ട് ഏതെങ്കിലും സൈഡ് നമുക്ക് സ്റ്റേ ചെയ്താലോ. മുകളിൽ നിന്ന് കയറി നോക്കേണ്ടി വരും. ഏതായാലും സമയമുണ്ട്, കുഴപ്പമില്ല. കാട്ടുപോത്തെല്ലാം എങ്ങനെയുണ്ടാവും. നല്ലൊരു ചെരിവൊന്നും ഇല്ലാത്തൊരു സ്ഥലം കിട്ടിയെങ്കിൽ നമ്മ സ്റ്റേ ചെയ്യുന്നു. ഇവിടെ ഈ ഭാഗത്ത് നോക്കട്ടെ, ഈ ഭാഗത്ത് മോശമല്ല അല്ലേ. നൈറ്റ് ആകുമ്പോൾ നല്ലൊരു രാത്രി നല്ലൊരു രസം ഉണ്ടാവും. പെരുപ്പാമ്പുണ്ടാവും പണ്ടത്തെ. പെരുപ്പാമ്പിന്റെ ചെറിയൊരു മണം വരുന്നു. കരിമ്പ് മാസമല്ല, നല്ല മധുരമുണ്ട്, നല്ല വെള്ളമുണ്ട്.
അങ്ങനെ നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്ത് കുറേ സ്ഥലത്ത് മുകളിൽ പോയി. പക്ഷെ നല്ല ചെരുവ് സ്ഥലം, ഫോറസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ഞാൻ ടെൻറ്റ് അവിടെ സെറ്റ് ചെയ്തിന്. അപ്പോൾ നമുക്ക് അടുപ്പ് ഞാൻ മരത്തിൻ്റെ അടുത്ത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേറ് കാര്യങ്ങളെല്ലാം കിട്ടിയെങ്കിൽ നമുക്കൊരു ചായ എല്ലാം വെച്ച് കുടിക്കാം. അപ്പം ഇന്ന് ഏതായാലും നമുക്ക് വൈകിട്ടത്തെ ഒരു ചായക്കുന്ന ഒരു സ്പെഷ്യലാക്കാം. ഒരു എന്താക്കുന്ന നമുക്ക് ഏതായാലും സെറ്റാക്കാം എന്തെങ്കിലോ. നമുക്ക് പിന്നെ പഴം പൊരിക്കാം, പഴംപൊരിയും ചായയും കുടിക്കാം. ഞാൻ വരുന്ന വെയിൽ കുറച്ച് മൈദപ്പൊടിയിൽ വാങ്ങി. ഇങ്ങനെ കുറച്ച് മൈദപ്പൊടി ഇട്ട് മതി, എത്ര മതി. കുറേ ഇട്ട് അങ്ങനെ ഇട്ട് മുന്നേ ടെൻറ്റിൻ്റെ ഉള്ളിൽ ഇടം കിടക്കണം. അതിൽ മൃഗം ഇറങ്ങും, കുറച്ച് കഴിഞ്ഞ് മൃഗം ഇറങ്ങുന്നത്. അതിനായിട്ട് മുന്നേ ഇതെല്ലാം സെറ്റാക്കിയിട്ട് ആണ്. കുറച്ചും വെള്ളം കൂട്ടാം. ചെറുങ്ങനെ കുറച്ച് പഞ്ചസാര ഇടാം. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ടോ. ഉപ്പ് ചെറുങ്ങനെ ഒരു തെല്ലുപ്പ് ഇടുന്നതാ, കുറച്ച് മതി. പിന്നീട് കുറച്ച് മഞ്ഞപ്പൊടി ഇടാം. മഞ്ഞപ്പൊടി ഇത്ര മതി. നമുക്കൊന്ന് മിക്സ് ആക്കുക. വെള്ളം കുറച്ച് കൂട്ടണം. നല്ലൊരു കോയമ്പ് പരുവത്തിലാണ്. പഴം കട്ടാക്കുന്ന ഇതായതിൻ്റെ അവർക്ക് പഴം കട്ടാക്കാം. അതിന് കൈയെല്ലാം കഴിഞ്ഞോ? കൈ കയറ്റ തിരിച്ചുണ്ടാ അങ്ങനെ. അങ്ങനെ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ എന്ന് പറഞ്ഞെങ്കിൽ പഴംപൊരിയും ചായയും. സംഭവം സെറ്റായിന്. ഞാൻ നമ്മളെ ക്യാമ്പിങ്ങിൽ ഞാൻ ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു പഴംപൊരിയിലാക്കുന്നത്. നല്ല സെറ്റായിന്.
ഇത് റെഡി. ഇനി നമ്മൊന്ന് പായത്തിനൊന്ന് മുറിച്ചെടുക്കാം. ഇത് ഞാൻ താഴെ വെക്കുന്നു. താഴെ വെച്ചിട്ട് ഈ പാത്രം ഒന്ന് മൂടാം. ഭയങ്കര കൊതുകിന്റെ ഭയങ്കര ശല്യമുണ്ട്. കൊതു ഭയങ്കര കടിക്കുന്നു. എന്തോ എന്തോ കൂക്കുന്നുണ്ട്. പക്ഷി പക്ഷിയല്ല, വേറെന്തോ സാധനം. ഇന്നത്തെ സ്പെഷ്യലാണിത്. പിന്നെ ഈ വേസ്റ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ഞാൻ രാവിലെ പോകുമ്പോൾ എല്ലാം എടുത്തിട്ട് ഇപ്പം തന്നെ അത് കെട്ടിയിട്ട് ഒത്തിൽ വെക്കും. എന്നിട്ട് രാവിലെ പോകുമ്പോൾ എടുത്തിട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ ഏടെ ക്യാമ്പിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇട്ടിട്ട് നമ്മൾ അവിടെ കുറേ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇപ്പോൾ ഏടെയെങ്കിലും നമ്മൾ പിന്നെ ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു പോളിസി. കൊതുകിൻ്റെ കടി ഭയങ്കര തെളിവ്. നേരെ ഇതുപോലെ പകുതിയായിട്ട് നമുക്കിങ്ങനെ ഇട്ടേക്കാം. അതായത് റോഡ് ആ ചെറിയൊരു വഴിയുണ്ട്. ആ വഴിയിലോട്ട് ആരും പോകുന്നത്. അങ്ങനെ അത്യാവശ്യം നമുക്ക് വേണ്ടത്ര ആയി. ഇത്ര മതി. ഇതിനെ ഇപ്പോൾ ജാസ്തി. നമുക്കൊന്ന് അടുപ്പെല്ലാം കൂട്ടിയിട്ട് ബാക്കി പരിപാടികളെല്ലാം ചെയ്യാം. എണ്ണെല്ലാം ഒന്ന് ചൂടാക്കട്ടെ. അങ്ങനെ ഇപ്പോൾ തീ പിടിച്ചിട്ടുണ്ട്.
പിന്നെ കുറേ രാത്രി നമുക്കിവിടെ പുറത്ത് ഇറങ്ങിയിട്ട് കളിക്കുന്നൊന്നും അത്ര ശരിയല്ല. പെട്ടെന്ന് പെട്ടെന്നെല്ലാം റെഡി ആക്കിയിട്ട് ടെന്നിൻ്റെ അകത്ത് കയറണം. ഇപ്പം ഏതായാലും എണ്ണ കൂട്ട കുറച്ച്. അങ്ങ് ആ ഭാഗത്ത് നിന്ന് എന്ത് തരല എന്തോ കൂക്കുന്നുണ്ട്. എന്തോ ഒരു വലിയൊരു സാധനം തന്നെ. അതാ കൂറ്റിട്ടാ. കുറക്കണം കുറച്ച്. അങ്ങനെ നമ്മുടെ പെസലി ആയിട്ടുള്ള എന്ത് പഴംപൊരി, സ്പെഷ്യൽ പഴംപൊരി. ഭയങ്കര എണ്ണ ഭയങ്കര ചൂടായി. കുറച്ച് തീ കുറക്കാം, എല്ലാം ശരിയാവില്ല. ഏതായാലും ഓരോന്ന് ഇടാല്ലേ. ഇടാ. നല്ല ചൂടായിട്ടുണ്ടാവാം. ഈ അടുപ്പിൻ്റെ ഒരു പ്രത്യേകത അതന്നെ, കത്തിയിൽ കിട്ടിയുണ്ടല്ലോ പിന്നെ സംഭവം സൂപ്പർ. എന്ത് ഇപ്പായാലിങ്ങനെ പൊടിയിനെ ഒരു ട്രിപ്പ് നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാം. പിന്നത്തത് വേണം നമുക്ക് ഇതാക്കാം. ഞാൻ പിന്നെ ഇത് പഴം പൊരിക്കാനും വെളിച്ചെണ്ണ തന്നെ ഞാൻ എടുത്തിന്. ഇപ്പൊ കത്തുന്നുണ്ട് പുക നാറുണ്ടോ. തിളച്ചിനാന്ന് തോന്നുന്നു. തിളച്ചിനി. കുറച്ച് ചായപ്പൊടിയില്ല, തണുപ്പ് വരാൻ തുടങ്ങി. എന്നാലും പാൽപ്പൊടി ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് വന്നിട്ട് 2 പൊടി ഇടാം. ഇരിക്കട്ടെ, തിളക്കട്ടെ. മറക്കാണ്ട് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത ആളൊന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. ലൈക്ക് ഇടാൻ മറക്കണ്ട. ഇത്രയും പെട്ടെന്ന് നമുക്കൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ആക്കണം. അപ്പോൾ ഈ കൊടുങ്കാട്ടിൽ ഞാനിന്ന് ഒറ്റക്കാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. മറക്കണ്ട എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. മതി, ഓക്കെ, റെഡി. ഞാനിപ്പോൾ ചായ കഴിക്കുന്നു. അങ്ങനെ നമ്മളെ ചായ, പഴംപൊരി എല്ലാം റെഡി. ഇതാ എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ പഴംപൊരിയാണ് ഞാനാക്കി. നല്ല ഭാഗം ഇതാ കാണുമ്പോൾ തന്നെ എങ്ങനെ ഉണ്ടാക്കിയ പാല് കൂട്ടിയ ചായ റെഡി. ചായ ഒന്ന് കൂട്ടിയിട്ട് കുടിക്കുക. പിന്നെ അതാ നമ്മൾ പുറത്ത് ഫുള്ള് ഇറിട്ടായി. ഇനി മൈക്കപ്പ പോകണ്ടുണ്ടാക്കും. ചെറിയൊരു ഏറ്റക്കുറച്ചിലാണ് ഉണ്ട്. അത് മോശമില്ല, എന്തെങ്കിലും ടെൻറ്റ് ഇട്ട അത്യാവശ്യം മോശമില്ല. ചായ എങ്ങനെ ഉണ്ടോ കുടിച്ചിട്ട്? അടിപൊളി ചായ, സൂപ്പർ ചായ. എനിക്ക് പിന്നെ രാത്രിക്ക് ഇതിന് മതി. ഇതാ എങ്ങനെയുണ്ട് ഇപ്പം എൻ്റെ പഴംപൊരി? ഇത് നല്ലോണം പോത്തതിനെ കൊണ്ടായിരിക്കും ഭയങ്കര എണ്ണ കുടിച്ചത്.
മറക്കണ്ട നമ്മളെ ചാനൽ നിങ്ങൾ വീഡിയോ കാണുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കൺ വാള എനേബിൾ ചെയ്യാം. പിന്നെ കാട്ടിയായിട്ട് വരുന്നുണ്ട. ഉരുട്ടായി അങ്ങനെ ഘോര വനത്തിൻ്റെ ഉള്ളിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഒറ്റക്ക്. ഞാൻ വീഡിയോ ചെയ്യണമെന്നിരിക്കും ഞാൻ ചെയ്യുക. നമുക്ക് ആളൊന്നും ആവശ്യമില്ല, ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളൂ. അപ്പോൾ ഇന്ന് ചെയ്യേണ്ടതെന്ന് മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അത്രയും പെട്ടെന്ന് നമുക്കൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഞാൻ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഒരു വലിയ തങ്ങാണി കൊണ്ടുണ്ടായിരുന്നു. അതിനെ കിടന്നല്ല എന്നാൽ കുറച്ച് ഉറക്ക് വരുന്നതൊക്കെ പിന്നെ ചെറിയൊരു തങ്ങാണിയുണ്ട്. ഇതാണ് എൻ്റെ ഫോറസ്റ്റിൻ്റെ അകത്തുള്ളൊരു ഫയർ ക്യാമ്പിങ്. എങ്ങനെ അടിപൊളിയല്ല? ചെറുങ്ങനെ തണുപ്പ് തുടങ്ങിയത് നല്ല അയവ നല്ല കത്തുന്നുണ്ട്. അപ്പോൾ കഴിച്ചത് നിങ്ങളുടെ ഒരു മിന്നുന്നുണ്ട് രണ്ടിതാ. എന്തായിരിക്കും ഇത്? രണ്ട് കണ്ണ് മിന്നുന്നുണ്ടോ സൈഡിലാ മരത്തിൻ്റെ അടുത്ത്? ഇതാ കണ്ട ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറാല്ലേ? വേറെ ഒരു വഴിയും കാണുന്നില്ല. കാണാൻ പറ്റുന്നുണ്ട്. ഇതാ അതിൻ്റെ കണ്ണാന്ന്. അത് അവിടെ തന്നെ ഉണ്ട്, അങ്ങനെ നോക്കുന്നുണ്ട്. എനിക്ക് എന്ത് പറയണ്ട എന്തും അറിയുന്നില്ല. അത് കുറേ സമയം സംഭവം അത് പുല്ലിന്നത് വേണ്ടായിരുന്നു. ഇപ്പോൾ ഇത്ര വലിയൊരു കാട്ടിൽ കയറണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഇത്ര കുറേ മുകളിൽ കയറുകയും ചെയ്ത് വണ്ടി കുറേ താഴെയുണ്ട്. വണ്ടീൻ്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് ധൈര്യമില്ല. അത് അത്ര ഡിസ്റ്റൻസിൽ എൻ്റെ കണ്ണിൻ്റെ ഇത് കാണണമെങ്കിൽ സംഭവം അത് പുലിയുന്നത്. പിന്നെ ആകെ എൻ്റെ കയ്യിലുള്ളത് മൗവാണുള്ളത്. എല്ലാം പ്രാർത്ഥിക്കുക. ശബ്ദം കേൾക്കുന്നുണ്ട്. വെറുതെ ആവശ്യമില്ലാത്ത പണി ഇത്ര മുകളിൽ കയറണ്ടായിരുന്നു. നല്ലോണം പേടിച്ച്. അങ്ങനെ